ബ്രോ, അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് ഇരിട്ടി കേളകം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലുള്ള. അപ്പൊ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ നമുക്കൊരു വ്യൂ സൈറ്റ് ആയിട്ട് മല കാണുന്നുണ്ട്. അപ്പോ ഈ മലന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ മലന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഞാനിവിടെ കുറച്ച് ആൾക്കാരോട് അന്വേഷിച്ചു മലന്റെ പേരെന്താന്ന്. അപ്പൊ അവർ പേര് പറഞ്ഞു വെച്ചാല് എന്താ പറയാ, പാലുകാച്ചി മല എന്ന് പറഞ്ഞ. അപ്പൊ പാലുകാച്ചി മല എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ അതിന്റെ ഒരു ആ പേരിൽ എന്താന്ന് അതിന്റെ എന്താ പറയാ, ഒരു എന്തെങ്കിലും പിന്നോട്ട് അതിന്റെ എന്തെങ്കിലും ആശയവിനിമയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ. അപ്പൊ അവർ പറഞ്ഞത് പാലുകാച്ചി മല എന്ന് പറയുമ്പം അതിനൊരു ഐതിഹ്യം, പിന്നോട്ട് നോക്കുമ്പോൾ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് നമ്മളെ ഹിന്ദു മതപ്രകാരം ശിവനും പാർവതിയും പാലുകാച്ചിയ മല എന്നാണ് ഈ മല നമുക്ക് ആ പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഐതിഹ്യം ഹിന്ദു മതപ്രകാരം നമുക്ക് ഇത് കേട്ടറിയാൻ സാധിച്ചു. ഒരു ആശയവിനിമയ ചരിത്രം, അങ്ങനെ അതിന്റെ ഒരു ചരിത്രം അത് ഹിന്ദു മതപ്രകാരം അങ്ങനെ നിലനിൽക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ശിവനും പാർവതിയും പാല് കാച്ചിയ ഒരു മല. അപ്പം നമ്മള് ആ മലന്റെ ഒരു വ്യൂ സൈറ്റിലുള്ള ഇരിട്ടി കേളകം ബസ് സ്റ്റാൻഡ്. അപ്പൊ ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ഒരു ഇത് എന്താ പറയാ, ഒരു ഡീപ്പായിട്ടുള്ള നോളേജ് നമുക്ക് അറിയണമെങ്കിൽ അതിന് മുതിർന്ന കാരണവന്മാരോട് ഇവിടെ കുറച്ച് ഇങ്ങോട്ടുള്ള മുതിർന്ന കാരണവന്മാരുണ്ട്. അപ്പൊ അവരോട് അന്വേഷിച്ചാൽ അതിന്റെ ഒരു ഇത് കിട്ടും. പക്ഷെ ഈ മലക്ക് ഞാൻ വേറെ ട്രാവൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ മലക്ക് ഒരു വേറത്തെ ഇപ്പോ നമ്മള് കമ്പാരിറ്റീവ്ലി വിറ്റ് നമുക്കിപ്പോ കണ്ടതിലും ഒരു ഡിഫറെന്റ് ആയിട്ട് ഈ മല നമ്മൾ നോക്കുമ്പോൾ ഒരു ഫീലിങ്സും ഒരു എന്താ പറയാ വ്യൂ സൈറ്റും വേറെ തന്നെയാണ്. അത് വേറെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രകൃതി രമണീയം തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോ നമ്മൾ അവിടെ ഉള്ളത്. അപ്പം അതിന്റെ ഒരു ആ മലന്റെ ഘടന ഉണ്ട്. വെച്ചാല് മലന്റെ വെച്ചാല് ഒരു പാലുകാച്ചി എന്ന മല എന്ന് പറയുമ്പം ഒരു അടുപ്പ്, നമുക്ക് ഒരു അടുപ്പിന്റെ ഒരു ഇതാ വരുന്നത്, അടുപ്പിന്റെ ഒരു രംഗം. വെച്ചാല് ആ മലന്റെ 3 സെക്ഷൻ ഉണ്ട്. അവരിങ്ങനെ ഘടന ഉണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പിന്റെ ഘടനയായിട്ട് അതിന്റെ ഒരു ഘടനയായിട്ട് ആ മലന്റെ നമുക്ക് ആ ഒരു ചിത്രം ഇങ്ങനെ കാണാൻ കഴിയും. കണ്ടോ, ആ സ്ട്രക്ചർ എങ്ങനെയാണ് അടുപ്പിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട്, അതിനാണ് പാലുകാച്ചി മല. അടുപ്പിലൂടെ പാലുകാച്ചാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു ഐതിഹ്യം ഹിന്ദു മതപ്രകാരം നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് ഈ മലയെ കുറിച്ച് അന്വേഷിക്കാം. അപ്പോൾ നമ്മളെ ബ്ലോഗ് സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു എന്താ പറയാ, നല്ല അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോയി നമുക്ക് വ്ളോഗ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് കാണാം, സപ്പോർട്ട് ചെയ്യണം.